വളരെ അടുത്ത സമയം വരെ നമ്മുടെ മാധ്യമങ്ങളിലെ കേട്ടിരുന്ന ഒരു പരസ്യമാണ്, എവിടെയുണ്ടോ ലൈഫ് ബോയ് അവിടെയാണ് ആരോഗ്യം. പക്ഷേ ഇപ്പോഴ് ആ പരസ്യവാചകത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ കേൾക്കുന്ന ഒരു വാചകം, എവിടെയാണോ ജോമോൻ അവിടെയാണ് അധികാരം. ജോമോൻ എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി. ജോസ് കെ മാണി എവിടെയാണോ അവിടെയാണ് അധികാരം. ഇത് പറഞ്ഞതാരാണ്? അത് ജോസ് കെ മാണി തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ജോസ് കെ മാണി ഇങ്ങനെയല്ല പറഞ്ഞത്. എവിടെയാണോ കേരള കോൺഗ്രസ് അവിടെയാണ് അധികാരം എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. കേരള കോൺഗ്രസ് എവിടെയാണ്? എവിടെയാണോ ജോസ് കെ മാണി അവിടെയാണ് കേരള കോൺഗ്രസ്. അപ്പോൾ പിന്നെ സംഗതി ഒന്നല്ലേ. എവിടെയാണോ ജോസ് കെ മാണി അവിടെയാണ് അധികാരം എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. ഇത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് അർത്ഥശൂന്യമായൊരു കാര്യമാണ് എങ്കിൽ വി ഡി സതീശൻ കർദിനാളന്മാരെ കണ്ട് ശുപാർശ ചെയ്ത് ജോസ് കെ മാണിയുടെ പിന്നാലെ നടക്കുമായിരുന്നു. ഇല്ലല്ലോ. അപ്പോൾ ജോസ് കെ മാണിയും കേരള കോൺഗ്രസും UDFന് ജയിക്കാൻ അനിവാര്യമാണ് എന്ന് വി ഡി സതീശന് ബോധ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം അരമനകൾ കയറി ഇറങ്ങുന്നതും ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസിനെയും ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നതും. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിവാദത്തിൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അവരുടെ രാഷ്ട്രീയ സത്യസന്ധത, രാഷ്ട്രീയ ധാർമ്മികത തെളിയിച്ചു എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. കാരണം 2 ദിവസമായിട്ട് വലിയ കാലത്തിൽ വെള്ളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ മലയാള മനോരമ. അവരെ 16-ാം തീയതി കൂടുന്ന കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഞെട്ടിക്കുന്ന തീരുമാനം ഉണ്ടാകുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചു. അതുപോലെ തന്നെ കേന്ദ്രവിരുദ്ധ സമരത്തിൽ ജോസ് കെ മാണി പങ്കെടുക്കാതിരുന്നത് ഒരു ശുഭ സൂചനയായി മലയാള മനോരമ കരുതി, UDF കരുതി. അവരുടെ എല്ലാം പ്രതീക്ഷകളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ജോസ് കെ മാണി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണി വിട്ടുപോകുന്ന പ്രശ്നമില്ല. വളരെ വൃത്തിയായി കൃത്യമായി ഉറപ്പിച്ചു തന്നെയാണ് ജോസ് കെ മാണി അത് പറഞ്ഞത്. അതിനകത്ത് സംശയത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. പക്ഷെ മനോരമ കഴിഞ്ഞ ആ ദിവസം തന്നെ വൈകുന്നേരം മനോരമ കൊടുത്ത വാർത്തയിൽ പറയുന്നത്, അങ്ങനെ അങ്ങ് വിടണ്ട, പ്രതീക്ഷ കൈവിടണ്ട, ഒരുപക്ഷെ അദ്ദേഹം മനസ്സ് മാറി വീണ്ടും UDFിലേക്ക് വന്നേക്കാം എന്ന് മനോരമ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. എന്താണ് മനോരമ ഇത്ര വലിയൊരു പ്രതീക്ഷ വെച്ച് പുലർത്താൻ കാരണം? മനോരമ ഈ വരിസംഖ്യ കൂട്ടിയപ്പോൾ നഷ്ടപ്പെട്ട വരിക്കാരുടെ കുറവ് ക്രൈസ്തവ പുനരേകീകരണത്തിലൂടെ വർദ്ധിപ്പിക്കാം എന്ന മലയാള മനോരമയുടെ ബിസിനസ് താല്പര്യത്തിൻ്റെ ഭാഗമായേക്കാം ഇത്തരം ഒരു ക്രൈസ്തവ ഏകീകരണത്തിനായി മനോരമ കാണിക്കുന്ന ഈ വെപ്രാളം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അതാണ്. ഇവിടെ മലയാള മനോരമയുടെയും അതുപോലെ തന്നെ സഭാ മതമേലധ്യക്ഷന്മാരുടെയും സകല പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജോസ് കെ മാണി ഒരു തീരുമാനമെടുത്തു, വിലക്കപ്പെട്ട കനി ഭക്ഷിക്കണ്ട. തീർച്ചയായിട്ടും അതിന് അദ്ദേഹത്തെ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. അതിൻ്റെ കാരണം, നമ്മുടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ സത്യസന്ധത വളരെ കുറഞ്ഞു വരികയാണ്. രാഷ്ട്രീയമായ ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആയാറാം ഗയാറാം എന്ന് പറഞ്ഞ് പണ്ട് കേട്ടിട്ടുള്ളതുപോലെ ഇന്നൊരു മുന്നണിയിൽ നാളെ വേറൊരു മുന്നണിയിൽ അങ്ങനെ നിൽക്കുന്ന രാഷ്ട്രീയ സംസ്കാരം കേരളത്തിന് തന്നെ അപമാനമാണ്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ അത് ദുർബലമാക്കും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യത്തിൽ ജോസ് കെ മാണിയെ അഭിനന്ദിക്കുന്നത്. ജോസ് കെ മാണി ഇടതുപക്ഷം വിട്ട് UDFിലേക്ക് പോയാൽ ഗുണപരമായ എന്തു മാറ്റം സംഭവിക്കും എന്ന് അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ നന്നായാലും ശരി നശിച്ചാലും ശരി LDFിനോടൊപ്പം തന്നെ നിൽക്കണം എന്ന് തീരുമാനിച്ചത് തീർച്ചയായിട്ടും രാഷ്ട്രീയ സത്യസന്ധതയാണ്. ഇത് ഒരു ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണ്, ദയവായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം, അത് ഏത് മുന്നണിയിൽ നിൽക്കുന്നോ ആ മുന്നണിയിൽ നിൽക്കുക, 5 വർഷം അവരോടൊപ്പം ഭരിക്കുക, അവസാനം ആ മുന്നണിക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിക്കുന്നു എന്ന് കണ്ടാൽ അടുത്ത മുന്നണിയിലേക്ക് ചാടി അവിടെ പോയി മന്ത്രിയാകുക, അത് വളരെ മോശമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിനാണ് തുടക്കം കുറിക്കുന്നത്. അത് നമ്മുടെ കേരളം പല പ്രാവശ്യം അത് കണ്ടതാണ്. എത്രയോ പ്രാവശ്യം സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകൾ പിളർന്നു മാറി. കേരള കോൺഗ്രസ് തന്നെ വളരും തോറും പിളരുകയും പിളറും തോറും വളരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടതാണ്. ഇന്നൊരു മുന്നണി, നാലോ മറ്റൊരു മുന്നണി, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം ശ്ലാഘനീയമാണ്. അത് ഒരു ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നതല്ല, നിഷ്പക്ഷമായ ഒരു നിരീക്ഷകൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഞാനത് പറയുന്നത്. കാരണം അത്തരം ഒരു രാഷ്ട്രീയ സംസ്കാരം നമ്മുടെ സംസ്ഥാനത്തിന് അനിവാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ്.
ഉദാഹരണത്തിന് ഐഷ പോറ്റി യു ഡി എഫിലേക്ക് പോയി. യു ഡി എഫ് ഐഷ പോറ്റിയെ സ്വീകരിച്ചതിനകത്തൊരു കാലമാറ്റത്തിൻ്റെ പ്രശ്നമേ ഇല്ല. കാരണം അത് അർഹതയ്ക്കുള്ള അംഗീകാരമായിരുന്നു, കാലമാറ്റമായിരുന്നില്ല. എൽ ഡി എഫിന്, പ്രത്യേകിച്ച് CPIM-ന് ആവശ്യമില്ലാതിരുന്ന ഒരു MLA ആയിരുന്നു ഐഷ പോറ്റി. ഐഷ പോറ്റി ഒരു സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയിലോ രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയിലോ മുൻ MLA എന്നുള്ള നിലയിലോ പോലും അവർ പരിഗണിച്ചിരുന്നില്ല. അപ്പോൾ ഐഷ പോറ്റിയെ പോലുള്ള ആളുകൾക്ക് CPM-ൽ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ അവർക്ക് അംഗീകാരം നഷ്ടപ്പെട്ടതിൽ അർത്ഥമില്ല. കൊല്ലത്ത് ആവശ്യം മുകേഷിനെ പോലുള്ള പ്രഗത്ഭന്മാരായ വിപ്ലവകാരികളെയാണ്. അപ്പോൾ മുകേഷിന് വേണ്ടി എന്തും അവർ ചെയ്യും. മുകേഷ് ആരാണെന്ന് ആലോചിച്ച് നോക്കണം. ഇന്നലെ വരെ CPI ആയിരുന്നു, CPI കുടുംബമായിരുന്നു, O മാധവൻ്റെ കുടുംബം. ഇപ്പോഴേ പെട്ടെന്ന് CPM-ലേക്ക് വരുന്നു. അദ്ദേഹം കൊല്ലത്ത് നിന്ന് മത്സരിക്കുന്നു, ജയിക്കുന്നു. അതിനുശേഷം കൊല്ലം പാർലമെൻറ്റിലേക്ക് മുകേഷിനെ നിർത്തുന്നു. ആരാണ് ഈ മുകേഷ്? എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അദ്ദേഹം വിപ്ലവകാരിയായിരുന്നു. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത ആളാണ്. അത് തെലങ്കാന സമരത്തിൽ പങ്കെടുത്ത വലിയ പാരമ്പര്യം വല്ലതും അവകാശപ്പെടാവുന്ന ആളുകളാണ്? ഒന്നുമല്ല. അപ്പോൾ അതിനകത്തൊക്കെ കൃത്യമായ അജണ്ടയുണ്ട്. അതുകൊണ്ട് മുകേഷിനെ അംഗീകരിക്കുകയും ഐഷ പോറ്റിയെ വേണ്ടാന്ന് വെക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം കൊല്ലത്ത് നിൽക്കുമ്പോൾ അവരത് വേണ്ട എന്ന് വെച്ച് UDF-ലേക്ക് പോയത് ശ്ലാഘനീയമാണ്. UDF അവരെ സ്വീകരിച്ചത് തീർച്ചയായിട്ടും രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ, രാഷ്ട്രീയ ഒരു സ്ട്രാറ്റജിയുടെ അതിൻ്റെ ഭാഗം തന്നെയാണ്. അത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. അവരെ എടുക്കാൻ തീരുമാനിച്ചതും അവരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതും നല്ല കാര്യം തന്നെയാണ്. നാളെ അമ്പലപ്പുഴയിൽ G. സുധാകരനെ നിർത്തി മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യും. കാരണം പ്രായത്തിൻ്റെ പരിധി പറഞ്ഞ് G. സുധാകരനെ പോലെ അഴിമതിയുടെ കറ പുരളാത്ത ഒരു നേതാവിനെ വേണ്ട എന്ന് വെക്കുകയും അഴിമതിയിൽ വർഗീയതയിലും മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ചില നേതാക്കന്മാർ ജനകീയ ജനാധിപത്യ വിപ്ലവം ആലപ്പുഴയിൽ നടത്തും എന്ന് ധരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ G. സുധാകരൻ്റെ സേവനം CPM-ന് ആവശ്യമില്ല എന്ന് CPM തന്നെ പറയാതെ പറഞ്ഞു കഴിഞ്ഞു, അവരുടെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു. G. സുധാകരൻ അമ്പലപ്പുഴ നിൽക്കുകയും അമ്പലപ്പുഴയിലെ ജനങ്ങൾക്ക് G. സുധാകരനെ ആവശ്യമുണ്ട് എന്ന് വന്നാൽ അവിടെ മത്സരിക്കാൻ അദ്ദേഹത്തിന് സീറ്റ് UDF കൊടുക്കൂ, അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ അദ്ദേഹം തയ്യാറാകുകയാണെങ്കിൽ പിന്താങ്ങുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. കാരണം CPM-ന് വേണ്ടാത്ത G. സുധാകരനെ അമ്പലപ്പുഴക്കാർക്ക് വേണോ വേണ്ടായോ എന്നറിയണമെങ്കിൽ തിരഞ്ഞെടുപ്പ് വരണം. അതുകൊണ്ട് അമ്പലപ്പുഴക്കാർക്ക് G. സുധാകരനെ വേണോ വേണ്ടയോ എന്ന് അവരുടെ മനസ്സറിയാൻ G. സുധാകരൻ മത്സരിക്കാൻ തീരുമാനിച്ചാൽ, അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അതും അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. അതുപോലെ തന്നെയാണ് സുരേഷ് കുറുപ്പിൻ്റെ കാര്യവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ക്വാളിറ്റിയുള്ള ലീഡേഴ്സിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സാധ്യതയില്ല, അവസരങ്ങളില്ല, അവരെ ഇല്ലാതാക്കുന്നു, അവരെ അപ്രസക്തരാക്കുന്നു എന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം നിലനിൽക്കുന്നു എന്നുള്ളത് പകലുപോലെ വ്യക്തമായ കാര്യമാണ്. ആ സാഹചര്യത്തിൽ അത്തരം ആളുകളെ സ്വീകരിക്കുന്നതിനകത്ത് അർത്ഥമുണ്ട്. അതേസമയം ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ, ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്ന് ഭരിച്ച അവസാന ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരാറായപ്പോൾ മാറി വന്ന് UDF-ലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് അതിന് അവസരം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തികച്ചും നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. എന്തായാലും ഈ രാഷ്ട്രീയ കച്ചവടത്തിന്, കാലുമാറ്റ കച്ചവടത്തിന് കൂട്ടുനിൽക്കാൻ ജോസ് കെ മാണി തയ്യാറാകാതിരുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഇവിടെ 2024 തെരഞ്ഞെടുപ്പിൽ നിസാരമായ അങ്ങ് അധികാരത്തിൽ കയറാം എന്ന VD സതീശൻ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം പുറമേ കാണിക്കുന്ന ആത്മവിശ്വാസം VD സതീശനുള്ളിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടാകുമായിരുന്നു എങ്കിൽ അദ്ദേഹം മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിൻ്റെ പിന്നാലെ നടക്കുമായിരുന്നില്ല. അരമനകളെ കയറി ഇറങ്ങി മെത്രാന്മാരുടെയും ബിഷപ്പുമാരുടെയും കാല് തിന്നുവാൻ പോകുമായിരുന്നില്ല. ഇലക്ഷൻ മത്സരിക്കുക, ജയിക്കുക, അതല്ലേ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ കാലുമാറ്റക്കാരെ സംഘടിപ്പിച്ച് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ, ഒരു ഉറച്ച ഗവൺമെൻറ് ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ UDF-ന് കഴിയുമോ എന്നാലോചിക്കേണ്ടതാണ്. അപ്പോൾ VD സതീശൻ വെച്ച് പുലർത്തിയിരുന്ന പ്രതീക്ഷ 2024 110 സീറ്റിലെ പാർലമെൻറ്റ് ഇലക്ഷനിൽ 110 നിയമസഭാ സീറ്റുകളിലെ UDF മുന്നിൽ വന്നു. പക്ഷേ 2025 ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് അത് 80 കുറഞ്ഞു. എന്നാലും ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ UDF-ന് അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്, അത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അത് ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട് തന്നെയാണ്, അത് നിഷേധിച്ചിട്ടും കാര്യമില്ല. അത് അവർ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഇടതുപക്ഷത്തെ നിന്ന കക്ഷികളെ കാലുമാറ്റി കൊണ്ടുവന്നൊരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ഒരിക്കലും രാഷ്ട്രീയമായ ധാർമ്മികതയ്ക്ക് നിരക്കുന്ന ഒന്നല്ല.
വി ഡി സതീശൻ്റെ ഇന്നത്തെ ഒരു സ്ഥിതി കാണുമ്പോൾ എനിക്ക് ദുഃഖമാണ് തോന്നുന്നത്. പണ്ട് ഒരു സിനിമാ പാട്ടുണ്ടായിരുന്നു, അഞ്ജന കണ്ണെഴുതി ആലിലെ താലി ചാർത്തി അറപ്പുര വാതിലിൽ ഞാൻ കാത്തിരുന്നു എന്ന പാട്ടാണ്. ഇന്ന് അഞ്ജന കണ്ണെഴുതി ആലിലെ താലി ചാർത്തി കാലുമാറ്റക്കാരെ പ്രതീക്ഷിച്ച് അറപ്പുര വാതിലിൽ കാത്തിരിക്കുന്ന വി ഡി സതീശൻ്റെ ഈ ചിത്രം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എനിക്ക് സഹതാപമാണ് ഉണ്ടാകുന്നത്. ഒരു സഹതാപമാണ് എനിക്ക് അദ്ദേഹത്തോടെ തോന്നുന്നത്. ഇത്തരം ഒരു ഗവൺമെൻറ് 2026 കാലുമാറ്റക്കാരെ കൂട്ടി സംഘടിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് പ്രസക്തി ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. സതീശൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗം ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചപ്പോൾ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് ക്രിസ്ത്യാനികളിലൂടെ തിരിച്ചു പിടിക്കാനുള്ള സതീശൻ്റെ ശ്രമം എത്രമാത്രം വിജയകരമാകും എന്ന് നമ്മൾ അറിയണമെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. എന്തായാലും ശരി, ഒരു ഉറച്ച ഗവൺമെൻറ്, സത്യസന്ധമായൊരു ഗവൺമെൻറ്, രാഷ്ട്രീയ ധാർമ്മികതയുള്ളൊരു ഗവൺമെൻറ് സൃഷ്ടിക്കാനാണ് UDF ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരം നാണംകെട്ട കച്ചവടത്തിന് പ്രതിപക്ഷ നേതാവ് ഇറങ്ങിത്തിരിക്കുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.